ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, 70 വർഷം നമ്മൾ പിന്നിടുകയാണല്ലോ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മലബാർ ഭദ്രാസനം ആരംഭിച്ചിട്ട് ഏകദേശം 70 വർഷം പൂർത്തീകരിച്ചു. ഒരു പുതിയ വർഷം 2024 വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സപ്തതിയുടെ നിറവിലാണല്ലോ നമ്മൾ ഓരോരുത്തരും. ഭദ്രാസനത്തെ സംബന്ധിച്ച് വളരെ ശുഷ്കമായ പ്രയാസത്തിലൂടെ കടന്നുപോയ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ മുൻഗാമികളെല്ലാവരും അവരുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വൈദിക ശ്രേഷ്ഠരായിരുന്നവർ, ആത്മായ പ്രമുഖരായിരുന്നവർ, അനേകർ അവരുടെ ഒത്തൊരുമയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന മലബാർ ഭദ്രാസനം. പ്രത്യേകമായി എൻ്റെ മുൻഗാമികളായ ഓരോരുത്തരും, ഈ ലോകത്ത് വാങ്ങിപ്പോയിരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും എൻ്റെ പ്രാർത്ഥനാപൂർവമായ പ്രണാമം അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ വരുന്ന ജനുവരി മാസം 21-ാം തീയതി നമ്മുടെ ഒരു മഹാസമ്മേളനം, ഒത്തുകൂടൽ നടക്കുകയാണല്ലോ ചുങ്കത്തറയിൽ വെച്ച്. ചുങ്കത്തറ വലിയ പള്ളിയുടെ ചാരത്തുള്ള ആ വലിയ മഹാനഗരിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ബാവാ തിരുമേനിയും അതുപോലെ സഭയിലെ മറ്റു മെത്രാപ്പൊലീത്ത തിരുമേനിമാരും ഒപ്പം തന്നെ വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കുന്ന ആ വലിയ സമൂഹത്തിലേക്ക് നിങ്ങളെയും ഓരോരുത്തരെയും, കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വരുന്ന സപ്തതി വർഷത്തിൽ നമ്മളെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ സാമ്പത്തികമായി പരാധീനം നേടുന്ന ഇടവകൾ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം കഴിച്ചയക്കുവാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾ, അങ്ങനെ തുടങ്ങി രോഗികളായിരിക്കുന്നവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, ക്യാൻസർ പേഷ്യൻസ് ആയിരിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങി അനേകം ആളുകൾക്ക് നമ്മുടെ സഹായം എത്തിച്ചേരേണ്ട സമയമാണ്. ആ അനുഗ്രഹീത ശുശ്രൂഷയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെയാണ് നമ്മൾ ആരംഭിക്കുവാൻ പോകുന്ന കെയർ ഹോമിനെ കുറിച്ചൊരു വാക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ ഏകദേശം 80 സെൻറ് സ്ഥലത്ത് നമ്മൾ ആരംഭിക്കുവാൻ പോകുന്ന കെയർ ഹോം ക്യാൻസർ രോഗം പിടിപെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കെയർ ഹോമാണ്. അവിടെ ശുശ്രൂഷിക്കുവാൻ കരുതലുണ്ടാകേണ്ട സമയമാണല്ലോ ചികിത്സാ സമയം. ആ ചികിത്സാ സമയത്ത് അവരെ കരുതുന്ന രീതിയിൽ, ഒരു ശുശ്രൂഷിക്കുന്ന രീതിയിൽ നമുക്ക് മാറുവാൻ തക്കവണ്ണം സാധ്യമാകുവാനാണ് ആ സ്ഥലം നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ കെയർ ഹോമിനോട് ചേർന്ന് ഒരു ഫാർമസിയും ഒരു ഡയാലിസിസ് സെൻ്ററും അതുപോലെ തന്നെ ഒരു ലാബും പ്രവർത്തിപ്പിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളാണ് എൻ്റെ ധൈര്യം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ സംരംഭത്തിൽ സപ്തതി നിറവിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പൂർണ്ണമായ പ്രാർത്ഥനകളും സഹകരണങ്ങളും ഉണ്ടാകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ.